നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 7-ാം ദിവസം. ഈശോയും മറിയവും ഔസേപ്പിതാവിന്റെ സ്വന്തം. ഈശോയും മറിയവും വിശുദ്ധ യൗസേപ്പിതാവിന്റെ സ്വന്തമായതിനാൽ എല്ലാ ക്രിസ്ത്യാനികളും അവന്റെ സ്വന്തമാണ്. നമ്മൾ ഈശോയുടെ സ്വന്തമാണ്. യഥാർത്ഥ ദൈവസ്നേഹവും പരസ്നേഹവും എന്ന പുണ്യത്തിലും വിശുദ്ധിയിലും നമ്മൾ വളരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ ഈശോയെ അനുകരിക്കണം. അതിന് ഏറ്റവും നല്ല രീതി അവിടുന്ന് പരിശുദ്ധ മറിയത്തിനും വിശുദ്ധ യൗസേപ്പിതാവിനും പരിപൂർണമായി സമർപ്പിച്ചതുപോലെ നമ്മളും സമർപ്പിക്കണം. ആളുകൾ തങ്ങളെ തന്നെ പരിശുദ്ധ മറിയത്തിനും വിശുദ്ധ യൗസേപ്പിതാവിനും ഭരമേൽപ്പിക്കുമ്പോൾ ഈശോയ്ക്ക് മുറിവേൽക്കാറില്ല. മറ്റാരേക്കാളും നീ പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ യൗസേപ്പിതാവിനെയും സ്നേഹിക്കുകയും അവർക്ക് സാദൃശ്യമുള്ളവരായി തീരണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇളയ സഹോദരൻ തൻ്റെ മാതാപിതാക്കളോട് സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചാൽ അത് മൂത്ത സഹോദരനെ മുറിവേൽക്കുക എങ്ങനെയാണ്? പരിശുദ്ധ അമ്മയെയും വിശുദ്ധ യൗസേപ്പിതാവിനെയും ആദരിക്കുന്നവർക്ക് വേണ്ടി ഈശോ എല്ലാം കൊടുക്കും. അവിടുന്ന് എല്ലാം നിനക്ക് തരാനും സന്നദ്ധനാണ്. തൻ്റെ പിതാവിനെയും അമ്മയെയും ആദരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പുത്രൻ ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ ഭാര്യയെ ആദരിക്കുന്ന വ്യക്തിക്ക് ഭർത്താവ് ഏത് തരത്തിലുള്ള സമ്മാനമായിരിക്കും കൊടുക്കാൻ ആഗ്രഹിക്കുക? അത് കണ്ടെത്താനായി നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം വിശുദ്ധ യൗസേപ്പിതാവിനെ നോക്കുക എന്നതാണ്. തൻ്റെ ഭാര്യയായ മറിയത്തെ ആദരിക്കുന്നവർക്ക് വേണ്ടി വിശുദ്ധ യൗസേപ്പിതാവ് സ്വർഗത്തിൻ്റെ നിക്ഷേപ കലവറ ശൂന്യമാക്കും. പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരെ അവൻ മഹത്തായ രീതിയിൽ അനുഗ്രഹിക്കും. അവൻ്റെ ഭാര്യയായ കന്യക മറിയം അവൻ്റെ രാജ്ഞിയും അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദവുമാണ്. അവൻ്റെ നിർമ്മലമായ ഹൃദയത്തെ സംതൃപ്തനാക്കാൻ മറിയം എന്ന സ്ത്രീക്ക് മാത്രമേ സാധിച്ചുള്ളൂ. തന്നോട് തന്നെ സാമ്യമുള്ള ഒരു സൃഷ്ടിയെ കണ്ടെത്തിയിട്ടും ആദത്തിന് സ്വസ്ഥതയുണ്ടായില്ലെങ്കിൽ വിശുദ്ധ യൗസേപ്പിതാവ് മറിയത്തെ കണ്ടപ്പോൾ സംതൃപ്തനായി. അവൻ വിവാഹത്തിൽ അവളുടെ കരം പിടിച്ചപ്പോൾ അവൻ തന്നെ അവൾക്ക് സ്വയം സമർപ്പിക്കുകയും അവളുടെ നിക്ഷേപമായ സ്ത്രീത്വവും പ്രത്യേകിച്ച് അവളുടെ അനുഗ്രഹീത ചാരിത്ര ശുദ്ധതയും കാത്തുസൂക്ഷിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അവൻ തൻ്റെ ഭാര്യയായ കന്യകയോടുള്ള നിന്റെ സ്നേഹം വർദ്ധിപ്പിക്കും. അവൻ അവളെ അത്യധികമായി സ്നേഹിക്കുന്നതിനാൽ അവളുടെ സൗന്ദര്യം എല്ലാവരും അംഗീകരിക്കണമെന്നും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടണമെന്നും സ്നേഹിക്കപ്പെടണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ യൗസേപ്പിതാവിന്റെ രാജ്ഞിയോടുള്ള നിന്റെ സ്നേഹം വർദ്ധിപ്പിക്കാൻ നീ അവനെ അനുവദിച്ചാൽ സ്വർഗീയ നിക്ഷേപം അവൻ നിനക്ക് വേണ്ടി ശൂന്യമാക്കും. സ്വർഗത്തിലെ എല്ലാ നിക്ഷേപങ്ങളിലേക്കും അവന് പ്രവേശനമുണ്ട്. വിശുദ്ധ യൗസേപ്പിതാവിനുള്ള പ്രതിഷ്ഠ നിന്നെ സ്വർഗരാജ്ഞിയുടെ അശ്വാരൂഢനായ പോരാളിയാക്കും. പരിശുദ്ധ മറിയം സ്വർഗത്തിനു വേണ്ടി മരിക്കുന്നു, യുദ്ധം ചെയ്യുന്നു, യോഗ്യതയോടെ ജീവിക്കുന്നു. കാരണം അവൾ സ്വർഗരാജ്ഞിയാണെന്ന് വിശുദ്ധ യൗസേപ്പിതാവിനറിയാം. അവൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നതുപോലെ തന്നെയാണ്. വിശുദ്ധ യൗസേപ്പിതാവ് എന്ന ഏറ്റവും ശക്തനായ പോരാളിക്ക് രാജ്ഞിയിലൂടെ രാജാവിലേക്കുള്ള ഏറ്റവും ഉറപ്പായതും എളുപ്പമായതും വേഗത്തിലുള്ളതുമായ വഴിയറിയാം. ഈ സത്യം അശ്വാരൂഢനായ വീരയോദ്ധാവ് എന്ന നിലയിൽ ആത്മാക്കളെ അറിയിക്കുക എന്നതാണ് അവന്റെ ദൗത്യം. സ്വർഗരാജ്ഞിയുടെ ഭടനാകാനും സ്വർഗരാജ്യത്തിനു വേണ്ടി ഹൃദയങ്ങളെ കീഴടക്കാൻ കഴിവുള്ളവരാക്കി തീർക്കാമെന്നും വിശുദ്ധ യൗസേപ്പിതാവ് നിന്നെ പഠിപ്പിക്കും. ഒരു മരിയ ഭക്തന് വിശുദ്ധ യൗസേപ്പിതാവിനോട് വാത്സല്യമേറിയ ഭക്തി ഉണ്ടായിരിക്കുകയും ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭക്തിപൂർണമായ ആദരവ് മുഖേന ഈ മഹത്തായ വിശുദ്ധന്റെ സംരക്ഷണത്തിന്റെ യോഗ്യത നേടാൻ പരിശ്രമിക്കുകയും ചെയ്യും. വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥയുടെ വാക്കുകളാണിത്. ഓ എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, വിശുദ്ധ യൗസേപ്പിതാവേ, പരിശുദ്ധ മറിയത്തിനെ അങ്ങയോടുള്ള അതേ സ്നേഹം കൊണ്ട് എനിക്ക് അങ്ങയെയും സ്നേഹിക്കണം. അതിനായി നമുക്ക് നമ്മെ തന്നെ നിർമ്മല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാം. അനുദിന പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. കരുതേണമേ കാക്കേണമേ.
മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ,